നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം തീരുമല്ലേ, അങ്ങനെ ഒരു വർഷം കൂടെ നമുക്കൊക്കെ നമ്മളിപ്പോൾ ഉള്ളവർക്കൊക്കെ ഒരു ആയുസ്സും കൂടെ ദൈവം നീട്ടിത്തന്നതിന് എല്ലാവർക്കും സന്തോഷമായിട്ട് ഒരു വർഷം കൂടെ അടുത്തൊരു വർഷം കൂടെ കാണാൻ ദൈവം ഭാഗ്യം തന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അല്ലേ. എന്തോരം പേര് ഞങ്ങളുടെ അടുത്താണെങ്കിലും കഴിയും. ഇന്നിപ്പോൾ 24 വയസ്സുള്ള ഒരു പയ്യൻ വണ്ടി ആക്സിഡൻറ്റിൽ അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ. പിന്നെ എന്നാണേലും ജനിച്ചാൽ ഒരിക്കൽ പോകണം, പക്ഷേ ഇത്രയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ അല്ലേ. അപ്പം നമ്മൾക്കൊക്കെ അടുത്തൊരു വർഷം കൂടെ കാണാൻ ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും അടുത്ത വർഷം നല്ലൊരു വർഷമാകട്ടെ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് സാരികളാണ്. ടിഷ്യൂ സിൽക്കിൻ്റെ സാരി, ലിനൻ സാരി, കുറച്ച് സാരി കാണിക്കുന്നുള്ളൂ. പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് പോകാൻ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരും ഒത്തിരി പേര് നമ്മൾ ഷർട്ടിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ എൻക്വയറി ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം വരുന്ന എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ വീഡിയോ കോളും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസം വീഡിയോ കാണിക്കാം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, സൂപ്പർ വർക്ക് ചെയ്ത ബ്ലൗസ് വന്നിട്ടുണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസ് അടിപൊളി വർക്കാണ്, നല്ല ഫങ്ഷൻ വെയർ ബ്ലൗസ്. അതും അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഇപ്പം ഇത് ടിഷ്യൂ സിൽക്കിൻ്റെ നല്ല സോഫ്റ്റ് ടിഷ്യൂ സിൽക്ക് സാരി, നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ. കണ്ടോ, ഇത് പല ഷെയ്ഡിലുണ്ട്. ഇവിടുത്തെ ഇല്ലേ ഈ ഒരു ഷെയ്ഡ് മാറി വരും. ഇതൊരു ടസർ മിക്സ് ആണെന്നാണ്, അങ്ങനെയാണ് മാനുഫാക്ചേഴ്സ് പറയുന്നത്. ടിഷ്യൂ സിൽക്കും തന്നെ പറയത്തില്ല, ഇതൊരു ടസർ മിക്സ് ആണ്. ടസറിൻ്റെ ഒരു നൂലും കൂടെ ഇതിനകത്ത് വൈവിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബോഡിയിലെ ഫുള്ള് കംപ്ലീറ്റ് ക്രോസ് സ്റ്റിച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പീച്ചും ബോഡിക്ക് ഒരു സൈസ് ഗ്രേ ഷെയ്ഡും വരും. എന്നിട്ടുണ്ടല്ലോ മുന്താണി വരുമ്പോഴത്തേണ്ട് മുന്താണി കണ്ടോ, ഇങ്ങനെ മുന്താണി, ആ ഒരു പീച്ച് മുന്താണി, അതിൻ്റെ കൂടെ ചെറിയ ഇങ്ങനെ പീച്ചിൻ്റെ ലൈൻസ് പോയിരിക്കുക. ബ്ലൗസ് അത് തന്നെ, ബ്ലൗസും കണ്ടോ. ആ ഒരു ടസർ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ടിഷ്യൂവിൻ്റെ ഒരു ഗ്ലോ ഉണ്ട്, പക്ഷേ സ്റ്റഫ് ടസറിൻ്റെ സെമി ടസറിൻ്റെ സ്റ്റഫാണ്. ഈ ബോഡിയെ കൂടെ പോയിരിക്കുന്ന ഈ ഒരു ഇതെല്ലാം ക്രോസ് സ്റ്റിച്ചാണ്. ശരിക്കും ഫുള്ള് വർക്ക് പോയിരിക്കുന്നതിൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാരി എന്ന് ഉറപ്പായിട്ടും ആ ഗണത്തിൽ നമുക്ക് പെടുത്താം. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം കേട്ടോ. ഇത് കണ്ട ഒരു വേറെ ഷെയ്ഡ്, ഈ ഷെയ്ഡിന് എന്നാന്നാ പറയുന്നത്, ഒരു ബേജ് കളർ, എന്നിട്ട് പിങ്കാണ്, പിങ്കും പീച്ചും കൂടെ ബോഡിയെ കൂടെ എടുത്ത് നിൽക്കുന്നത് പിങ്കാണ്. ഇവിടെ പിങ്ക് വരുമ്പോൾ ഇവിടെ എടുത്ത് നിൽക്കുന്ന ബോർഡറിന് ഡബിൾ ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നിടത്ത് പിങ്ക് വരുമ്പോൾ ഇത്തേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തേലുമല്ല, ബോഡിയിൽ എടുത്ത് നിൽക്കുന്ന കളറ് പിങ്ക്. അപ്പം അതിൻ്റെ ബോർഡറിന് വന്നിരിക്കുന്നതും പിങ്ക്, മുന്താണിക്ക് വന്നിരിക്കുന്നതും പിങ്ക്. പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് പിങ്ക് കേട്ടോ. ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഇതല്ല, നല്ല ടസർ സാരി ഉടുക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ടസർ സാരിയിൽ ഒത്തിരി വർക്കൊക്കെ വന്ന് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഇത് വരും ബ്ലൗസ്. എത്രയൊക്കെ ആകുന്ന മതിയോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വരും ബ്ലൗസ് കേട്ടോ. ഓവറായിട്ടുള്ള തിളക്കമുണ്ട്, അതായത് ടിഷ്യൂവിൻ്റെ ഗ്ലോ ഉണ്ട്, പക്ഷേ ഓവറായിട്ടില്ല. ഫങ്ഷൻ വെയർ സാരി ആയിട്ട് എടുക്കുമ്പോൾ ഇത് ഇത്രയും വേണം. അടുത്ത ഷെയ്ഡ് കാണിച്ചു തരാവേ. നല്ലൊരു ഗ്രീന്, പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ. ഗ്രീനും ഇവിടേക്ക് വരുമ്പം ലൈറ്റ് വാടാമുല്ല ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ വൈൻ ഷെയ്ഡ് കണ്ടോ. നല്ല രസമാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ഒതുങ്ങി ശരീരത്തിരിക്കും. എന്നാൽ ഒതുങ്ങി ശരീരത്തിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നല്ല. എന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് പിടിച്ച് വെക്കുവാണെങ്കിൽ അങ്ങനെ ഇരിക്കും. അതേസമയം വൺ പ്ലീറ്റ്സ് ഇടണമെങ്കിൽ അങ്ങനെ ഇടും. എനിക്കിതൊക്കെ ഉടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സാങ്കേതികവശാൽ ദിവസം കാണിക്കാം കേട്ടോ. ഇനി ഒത്തിരി സാരി വന്നിട്ടുണ്ട്. ഇതാണ് മുന്താണി, ഇത് തന്നെ വരും ബ്ലൗസും. മുന്താണിയാണ് ഒനിയൻ്റെ ഷെയ്ഡാണ്, ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് മുന്താണിക്കും ബ്ലൗസിന്. ഒനിയൻ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതല്ലേ, എല്ലാവർക്കും ചേരുന്ന ഈ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും വലിയ ഒരു എടുപ്പെന്ന് പറയുന്നത്. സെമി ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാം. വലിയ നമ്മുടെ ഫസ്റ്റ് കസിൻ്റെ ഒന്നും കല്യാണത്തിന് ഉടുക്കാനൊന്നും പറ്റുന്നതല്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ ഫങ്ഷൻ എന്നാ ഉണ്ടെങ്കിലും ഉടുക്കാം.
ന്യൂ ഇയറിൻ്റെ ഒക്കെ ഗാദറിങ്സ് ഒക്കെ ഉണ്ടോ എല്ലായിടത്തും. ഫോർട്ട് കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര അല്ലേ, അവിടേക്കൊക്കെ ഭയങ്കര ബ്ലോക്കൊക്കെ. ഇപ്പോഴേ വൈകുന്നേരം ഇത്ര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊന്നും വിടുകയെന്നൊക്കെ പറയുന്ന കേട്ടു. പീച്ചിൽ ലാവണ്ടർ. പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി പീച്ചല്ല, ഒരു ഒനിയൻ മിക്സ് ആയിട്ടുള്ള പീച്ചാണ്. എന്നിട്ട് ലാവണ്ടർ ബോർഡർ, മുന്താണി വരുമ്പോൾ ലാവണ്ടർ, അത് തന്നെ ബ്ലൗസ് അത് തന്നെ. ബ്ലൗസ് ഡബിൾ ഷെയ്ഡല്ല, ഒറ്റ ഷെയ്ഡ്. നല്ല സാരിയാന്നേ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല സാരി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നാന്നറിയോ, എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ സാരികളും നോക്കിയിട്ട് പറയുമ്പോൾ നിങ്ങൾ ഓർക്കത്തില്ലേ വിദ്യക്ക് പിന്നെ ഏത് സാരിയാണ് ഇഷ്ടപ്പെടാത്ത? എല്ലാ സാരിയും വിദ്യയുടെ സാരി ഇഷ്ടപ്പെട്ടെന്നല്ലേ പറയുമെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഞാൻ ഈ കടയിലെ ഓണറല്ല, ഞാൻ ശരിക്കും പറഞ്ഞ പർച്ചേസ് മാനേജർ. സത്യം, എനിക്ക് അങ്ങനെ അറിയപ്പെടാനാണ് എനിക്കിഷ്ടം. ഞാനല്ലാതെ വേറൊരു പർച്ചേസ് മാനേജർ ഞാൻ ജീവിച്ചിരിക്കുന്നതോടെ അല്ല, എഴുന്നേറ്റ് നടക്കുന്നിടത്തോളം കാലം ഈ ഷോപ്പിന് ഉണ്ടാകുകയെന്നാണ് എൻ്റെ അപ്പ. എനിക്കറിയത്തില്ല, എൻ്റെ ആഗ്രഹം പറയുക. എല്ലാ അപ്പൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ. ഇത് അടുത്ത ഒരു ടസർ സാരി, അടിപൊളിയായിട്ടുള്ളൊരു ടസർ സാരി. കണ്ടോ ബോർഡർ? കണ്ടോ ഈ ബോർഡറിനൊക്കെ ഉണ്ടല്ലോ, ഇതൊരു കസവാണെന്ന് നിങ്ങൾ തോന്നും. പക്ഷെ ഇതിനൊരു നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള സാരിയുടെ ഒരു ലുക്കുണ്ട്. ഈ ബോഡിയും എല്ലാം കൂടെ നല്ല പ്യുവർ സെമി ടസറാണ്. സെമി ടസർ എന്ന് പറഞ്ഞാൽ ടസറിൻ്റെ നല്ല ഫീല് കിട്ടുന്ന ഇതാണ്. ബോഡിയിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് ഇതുണ്ട്. മുന്താണിയിലോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. മുന്താണിയല്ലേ അതല്ലേ? മുന്താണിയിലോട്ട് വരുമ്പോൾ ഈ ഒരു ഒനിയൻ ഷെയ്ഡ് വരും. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ നേരത്തെ ഷെയ്ഡ് വരും. ബ്ലൗസും കൂടെ കാണിക്കാം. ഇതാണ് ബ്ലൗസ്. കണ്ടോ, ഒനിയൻ പിങ്കിൻ്റെ ബ്ലൗസ്, ഫ്ലോറൽ പ്രിന്റ് വരുന്നത്. ഇങ്ങനത്തെ സാരി ഇഷ്ടമുള്ള ധാരാളം ആൾക്കാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ആണ് ഈ ഫ്ലോറൽ പ്രിന്റ്, ഈ ടസറിൻ്റെ സ്റ്റഫ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കാണുമ്പോഴത്തേനേ നല്ലൊരു ഞാൻ ഇരുന്നുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട് കാണിക്കുന്നത് എന്തിനാന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം എന്നാന്ന്. ഇല്ലാതെ ചുമ്മാ കയറി പറയേണ്ട കാര്യമില്ലത്. ഇനി അടുത്തതില്ലേ ലിനൻ സാരി കേട്ടോ. അടിപൊളിയായിട്ടുള്ള ലിനൻ സാരി, ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള. ഫ്ലോറൽ പ്രിന്റ് ലിനനെ വരുമ്പോൾ എന്ത് രസമാണ് നോക്ക്. കണ്ടോ, ഇങ്ങനെ ഒരു കുഞ്ഞു സേറി. ഇതിപ്പോൾ ഒരു പിസ്ത ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ മൾട്ടി കളറിലെ ഫ്ലോറൽ പ്രിന്റ് അടിപൊളിയായിരിക്കും. അത് ഉടുത്ത് കഴിയുമ്പോൾ പിന്നെ മുന്താണിക്ക് വരുമ്പോൾ വലിയ ഫ്ലോറൽ കേട്ടോ. മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനത്തെ വലിയ ഫ്ലോറൽ മുന്താണി ഭാഗമാണ് ഇത്. ബോഡിക്ക് ആ ഒരു ഇതില്ല. ബ്ലൗസ് വന്നിട്ട് ചെറിയ ഇതാണ് ബോഡി. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ബോഡി ഇങ്ങനെ രണ്ട് സൈഡിലും ഈ ഒരു കുഞ്ഞിക്ക സേറി. ബ്ലൗസ് ഉണ്ടല്ലോ, ഇതാണ് ബ്ലൗസ്. ഇതുണ്ടോ, ഇതാണ് കുഞ്ഞു ഫ്ലോറിൽ വരുന്ന ഇങ്ങനെ കയ്യിൽ ആ ഒരു ഇത് വെച്ച് വേണമെങ്കിൽ ബ്ലൗസ് വയ്ക്കാം. സെയിം ആണ് ബ്ലൗസ്. അതിൽ ആ ഒരു ഡിസൈന് മാത്രം വ്യത്യാസം, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇനി ഈ സാരിയുടെ തന്നെ വേറെ ഒരു സാരിയാണ്. നിങ്ങൾ റേറ്റ് രണ്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും. നിങ്ങൾ ഓർക്കും ഇതെന്നാ ഒരു സാരിക്ക് റേറ്റ് 2 എന്നത്. ഇത് ആ സാരിയിൽ ബോഡിക്ക് ഇങ്ങനെ സെൽഫ് ഡിസൈൻ ഒരെണ്ണമുണ്ട്. ഇത്തലൊരു വീവിങ് പോലെ, ഒരു കാന്താ വർക്ക് പോകുന്ന പോലെ ഒരു മെഷീൻ വർക്ക് പോകുന്നുണ്ട്. ഇത്തല് അതില്ല, അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം. ബാക്കിയെല്ലാം സെയിമാണ്. ഇഷ്ടമുള്ളത് എടുത്തു. ആ ഒരു വർക്ക് പോകുന്നത് ഒരു രസം, വർക്ക് പോകാത്തത് വേറൊരു രസം അല്ലേ? കണ്ടോ ഞാൻ നിങ്ങളോടല്ല ചോദിച്ചത്, ഞാൻ എൻ്റെ ആൾക്കാരോടല്ല ചോദിച്ചത്. നമ്മുടെ ടീംസൊക്കെ ഉണ്ട്, നമ്മുടെ സ്വന്തം ആൾക്കാർ. ഒരു വയ്യായിക വന്നാൽ എന്നെ വിളിച്ച് കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും അന്വേഷിക്കുന്നതും അവർക്ക് വയ്യായിക വരുമ്പോൾ എന്നോട് പറയുന്നതുമായ അജ്ഞാത സുഹൃത്തുക്കൾ. പണ്ടൊക്കെ കാലത്തൊക്കെ തൂലികാ സൗഹൃദങ്ങൾ എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ ഞാൻ ആരെ ഫോൺ വിളിക്കലില്ല, ഫോൺ എടുക്കലുമില്ല. എന്നെ ഫോണിൽ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല, കാരണം എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ സംഭാഷണം മുഴുവൻ വോയിസ് മെസ്സേജ് വഴിയാണ്. ഫോൺ എടുക്കത്തേ ഇല്ല. ഇപ്പോൾ അത്യാവശ്യം ഹസ്ബൻഡിനോടോ മക്കളോടോ എന്തെങ്കിലും എവിടെയെങ്കിലും എപ്പോൾ വരും അല്ലെങ്കിൽ എവിടെയായി അങ്ങനത്തെ കൊച്ചു സെക്കൻഡുകൾക്കുള്ളിൽ നിർത്തുന്ന ഫോൺ സംഭാഷണം മാത്രമേ എനിക്കുള്ളേ. പക്ഷേ അതുകൊണ്ട് ഈ വോയിസ് മെസ്സേജ് വഴിയാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ എല്ലാവരുമായിട്ടും.
എനിക്ക് പണ്ട് കാലത്തൊക്കെ തൂലികാ സൗഹൃദം എൻ്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ധാരാളം ഉണ്ട് ഓൺലൈനിൽ നിന്ന് കിട്ടിയത്. ഭയങ്കര ഒരു ഇതാട്ടോ. എൻ്റെ മുഖത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ചോദിക്കും, എന്നാ ഇന്നെന്നായിരുന്നു, വയ്യായിരുന്നല്ലോ, മുഖമൊക്കെ വല്ലാതെ ഇരുന്നല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് എന്നോടും പറയും, അങ്ങനെ ഇങ്ങനെ പ്രശ്നമാണ് ഒക്കെ പറയും. ചുമ്മാ കാര്യം പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു ക്രീം ഷെയ്ഡ്, നല്ല രസമാണ്. നിങ്ങൾ എടുക്കുന്നെങ്കിൽ എടുത്തോ. ക്രീം ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നിറച്ചും മൾട്ടി കളറിലുള്ള ഫ്ലോറൽ പ്രിൻറ്റ്. ഇതൊക്കെ ഒന്ന് ഉടുക്കണം, നല്ല ഭംഗിയായിട്ട് ഉടുത്തിട്ട് ഇതിന് ചേരുന്ന പേളുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാലത്തെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കത്തില്ലത്. സോ ഇതൊക്കെ ഉടുത്ത് കാണിക്കാനുള്ള ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ലല്ലോപ്പാ. എല്ലാത്തിനും ഒരു തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ പറ്റി ഓർത്ത് അപരാധിപ്പെടണ്ട കേട്ടോ. എല്ലാം നല്ലതിനാണ്. ഇപ്പം എനിക്കിതൊന്നും ഉടുത്ത് കാണിക്കാൻ പറ്റാത്തതിനും ദൈവം അപ്പനൊരു തീരുമാനം കാണും. അത് അങ്ങനെ ആ വഴി അതിനെ അംഗീകരിച്ചാൽ മതി. ഉണ്ടോ? ഇനി ബോർഡർ എന്ന് പറഞ്ഞാൽ താഴെ കൂടെ ഉണ്ട്, പക്ഷെ ഉള്ളിൽ കൂടെ ഉണ്ട്, ഇങ്ങനെ ഒത്തുകൂടെ ഉണ്ട്. മുന്താണിയിൽ വരുമ്പോൾ ഇങ്ങനെ വലിയ ഫ്ലോറൽ ലീനനാണ് കേട്ടോ. പിന്നില്ലേ ടാസിൽ കേട്ടോ. ടാസിലാണെങ്കിലും ഒരു ഡിസൈനർ സാരിയുടെ ടൈപ്പ് ടാസിൽ. ഇനി ഒരു നല്ല ലിനൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എന്ന് വെച്ചാൽ മൾട്ടി കളേഴ്സ് വന്നിട്ട് ഉണ്ടല്ലോ, കണ്ടോ? മൾട്ടി കളേഴ്സ് വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ ആ ഒരു വീവിങ്, ലിനൻ്റെ ആ ഒരു വീവിങ്ങിനൊരു പ്രത്യേക എടുപ്പാണ്. നിങ്ങൾക്കത് എത്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഉള്ള കാര്യം എനിക്കറിയത്തില്ല. എനിക്കിത് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ട സാരി ഇത്. കുറേ മൾട്ടി കളേഴ്സാണ് ഇങ്ങനെ വന്നിരിക്കുക. നമ്മൾ ഈ പ്രിൻ്റൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, പക്ഷെ അതിൻ്റെ ഒരു സ്റ്റഫും ഈ ക്രോസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഒരു പതുങ്ങിയല്ലേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സൈസ് പ്രിൻ്റാണ് അതിന് കൊടുത്തിരിക്കുന്നത്. മുന്താണിക്ക് പ്രത്യേകത ഒന്നുമില്ല. മുന്താണിക്ക് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഇങ്ങനെ ഒരു പ്ലെയിൻ ബോർഡറല്ല ഒരു സാധനം, എന്നിട്ട് ടാസിലും കൊടുത്തിരിക്കുക. ബ്ലൗസ് വരുമ്പോൾ എന്തേണ്ട ഇത് ഒരു പ്രത്യേക ഭംഗിയാണ് സാരിക്ക് കേട്ടോ. ഞാൻ ഈ ലിനൻ സാരി ഏത് വേണമെങ്കിലും എടുത്താലും നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആകുകയല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇഷ്ടം പോലെ സാരീസ് വന്നിട്ടുണ്ട് നമുക്ക്. ടസറിൻ്റെ, അതായത് പ്യൂർ ടസർ നിങ്ങൾ വാങ്ങിക്കത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അത് കൊടുത്ത് തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, റെഡിമെയ്ഡ് ബ്ലൗസ് വന്നു. അതിന് മാച്ചായിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനത് ഉടുക്കാൻ മെനക്കെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന സാരി കാണിക്കാത്ത. ടസറിൻ്റെ സാരി 7000 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന സാരി വെറും ബിലോ 2000 അല്ലെങ്കിൽ ബിലോ എനിക്കൊന്ന് 1500 താഴെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കാണിച്ചു തരാം ഞാൻ അടുത്ത ദിവസം കേട്ടോ. നല്ല സാരിയാണ്, നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം. അതുപോലെ എന്നാ പറയുന്നത്, എനിക്കതിനൊന്നും പറയാൻ എങ്ങനെ എൻ്റെ മനസ്സിലെ സാധനം ഇങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ എന്നാ ഷർട്ട് കാണിക്കാം കേട്ടോ. ഷർട്ട് അതുകൊണ്ടാണ് ഓൺലൈനിൽ ഫോട്ടോ ഇട്ട് തരാത്ത. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തീർന്നു പോയില്ല, അതറിയത്തില്ല. ഇത്ര നമ്മൾ ആ ഒരു ക്ലിയറൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ബ്ലൗസ് വന്നിട്ടുണ്ട്, അതും കാണിക്കാം അടുത്ത ദിവസം കേട്ടോ. നല്ല അടിപൊളി ബ്ലൗസ്, അജ്രക് പ്രിൻ്റ് വരുന്ന കോട്ടൺ ബ്ലൗസ് വന്നിട്ടുണ്ട്. അതല്ലാതെ നല്ല ഹാൻഡ് നിറച്ചും വർക്കുള്ള സ്ട്രെച്ചബിൾ ബ്ലൗസ് വന്നിട്ടുണ്ട്. എല്ലാം വഴിയെ നമുക്ക് ഓരോ ദിവസമായിട്ട് കാണാം. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് പറയണം, ആ ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേരേ, നീ എന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്ക് എന്നൊക്കെ ഒന്ന് എന്നെ വല്ലതൊക്കെ ഇരുന്ന് പറയുന്നതാണ്. പറയുമോ? വൈകുന്നേരം 7:30 ആകുമ്പോൾ ഞാൻ തുമ്മാൻ തുടങ്ങുമോ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.